ഹലോ ഗായ്സ്. സോ നമുക്കിന്നൊരു സിനാരിയോ കണ്ടാലോ? പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മുൻപിൽ ഒരാൾ ഇതുപോലെ ബോധം കെട്ട് വീഴുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ, നേരെ പേഷ്യൻറ്റിനെ എടുത്ത് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും. പക്ഷേ ആ സമയമാകുമ്പോഴേക്ക് പേഷ്യൻ്റ് മരിച്ചിട്ടുണ്ടാവും. സോ ഇങ്ങനൊരു സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കാനായിട്ട് ഞങ്ങളെ അപ്പെക്സ് ട്രോമ ആൻഡ് ലേണിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി. അവിടെ തുഷാര മാഡം നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ബാബു ഉറക്കത്തിലായി. റിയാരയാണ് നേരെ ഇൻസ്റ്റയിലോട്ട്. അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി. നിങ്ങളിപ്പോൾ വിചാരിക്കുക ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന്. പക്ഷേ ഇത് ഡോക്ടേഴ്സ് മാത്രം ചെയ്യേണ്ട കാര്യമല്ല, എല്ലാ സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോട്ടോക്കോളാണ് ഇത്. സോ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചാലോ? ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? സോ ആ പ്രോട്ടോക്കോളിൻ്റെ പേരാണ് CPCR, കാർഡിയോ പൾമിനറി സെറിബ്രൽ റെസിസ്റ്റേഷൻ. സോ ഫസ്റ്റ് തിങ്, സീൻ സേഫ്റ്റി. ഇതേപോലെ റോഡിൻ്റെ നടുക്കൊന്നും വെച്ച് ചെയ്യരുത്. എവിടെയെങ്കിലും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എവിടെയെങ്കിലും കിടത്തുക. അടുത്തതായിട്ട് റെസ്പോൺസ് നോക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഉറക്കെ ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് തട്ടുക. എന്നിട്ടും റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ശ്വാസം എടുക്കുന്ന അനക്കം നെഞ്ചിലും വയറ്റിലുമായിട്ട് നോക്കുക. അതുപോലെ തന്നെ കഴുത്തിൽ പൾസ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് മാക്സിമം 10 സെക്കൻഡേ നോക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ആബ്സെൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ കോൾ ഫോർ ഹെൽപ്പ്, ആംബുലൻസിനെയൊക്കെ വിളിക്കുക. ഇനി കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. കംപ്രഷൻസ് കൊടുക്കുമ്പോൾ സൈഡ് ഓഫ് ദ പേഷ്യൻറ്റ്, എൽബോ സ്ട്രെയിറ്റ്, ഹാൻഡ്സ് ഇൻ്റർലോക്സ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ്. 30:2 എന്ന റേഷ്യോയിലായിരിക്കണം കംപ്രഷനും ബ്രെത്ത്സും നമ്മൾ കൊടുക്കാൻ. ഇതേപോലെ ഹെഡ് എൻഡിൽ വന്നിട്ട് വേണം 2 ബ്രെത്ത്സ് കൊടുക്കാൻ. അത് വിത്ത് മൗത്ത് ഓപ്പൺ ആൻഡ് ചിൻ ലിഫ്റ്റ്. അഡിക്വേറ്റ് ആയിട്ട് എയർ കിട്ടുന്നുണ്ടോ എന്നറിയാൻ ചെസ്റ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കുക. ഈ കാണിക്കുന്ന 3 പോയിൻറ്റ്സ് കൂടെ നോട്ട് ചെയ്ത് വെച്ചേര്. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് ആംബുലൻസ് എത്തും. അതിൽ നിന്ന് നമുക്ക് ഷോക്ക് കൊടുക്കാം AED ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ല സംഭവം. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ വരുവാണെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പർ വേയിൽ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ആരുടെയും ലൈഫ് നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയാലോ? ഇതുപോലെ നിങ്ങൾക്കും സ്റ്റാർ ആവാം. എങ്ങനെ? സെറ്റാക്കുമല്ലേ? അപ്പോൾ ശരി.